നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ അടുത്തതായിട്ട് വരാൻ പോകുന്ന ഒരു കൊടൂര ഹൈപ്പുള്ള സിനിമയാണ് പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് നമ്മുടെ ലാലേട്ടൻ നായകനായി വരാൻ പോകുന്ന എമ്പുരാൻ എന്ന സിനിമ. 120 ദിവസത്തിനകം അടുത്ത് ഷൂട്ടിംഗ് വരുന്ന എമ്പുരാൻ എന്ന സിനിമയിലെ 65 ദിവസത്തെ ഷൂട്ടിംഗ് ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ സിനിമയിലെ ഒരു പ്രധാന ഭാഗം ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടി സിനിമാറ്റോഗ്രാഫറായ ഗിരീഷ് ഗംഗാധരൻ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ടെന്നും അതിനോടൊപ്പം തന്നെ കന്നഡ ആക്ടറായ കാർത്തിക ദേവ് ഒരു പ്രധാന വേഷത്തിൽ സിനിമയിൽ എത്തുന്നുണ്ടെന്നാണ് റൂമർ അപ്ഡേറ്റുകൾ പറയുന്നത്. അപ്പോൾ കാത്തിരിക്കാം. ഈ വർഷം തിയേറ്ററിൽ റിലീസ് ചെയ്ത് ഹിറ്റ് അടിച്ച നടൻ പൃഥ്വിരാജ് സുകുമാരനും ബേസിൽ ജോസഫ് ഒക്കെ പ്രധാന വേഷത്തിലെത്തി വിപിൻ ദാസ് സംവിധാനം ചെയ്ത സിനിമയാണ് ഗുരുവായൂർ അമ്പലം നടയിൽ എന്ന സിനിമ. സിനിമയുടെ OTT അപ്ഡേറ്റ് പുറത്ത് വന്നിട്ടുണ്ട്. സിനിമയുടെ OTT അവകാശം സ്വന്തമാക്കിയിട്ടുള്ളത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ്. സിനിമ ഈ വരുന്ന ജൂൺ 27-നാണ് OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യാൻ പോകുന്നത്. അടുത്തതായി ഇന്ത്യൻ ബോക്സ് ഓഫീസ് അട്ടിമറിക്കാൻ പോകുന്ന സിനിമയായിരിക്കും പ്രഭാസ് ഒക്കെ പ്രധാന വേഷത്തിൽ എത്തുന്ന കൽക്കി എന്ന് പറയുന്ന സിനിമ. ഈ ഒരു സിനിമയിൽ പ്രധാന നായകനായി എത്തുന്നത് പ്രഭാസ് തന്നെയാണ്. നടൻ പ്രഭാസിന് പുറമെ തന്നെ അമിതാഭ് ബച്ചൻ, കമലഹാസൻ, ദീപിക പത്കോൺ എന്നിവരൊക്കെ പ്രധാന വേഷത്തിലായി എത്തുന്നുണ്ട്. ട്രെയിലറിലൂടെ തന്നെ വ്യക്തമാക്കിയതാണ് നടി ശോഭനയും അന്നാബെന്നും മലയാളത്തിൽ നിന്നും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. എന്നാൽ ദുൽഖർ സൽമാൻ ഈ ഒരു സിനിമയിൽ ക്യാമിയോ റോളിൽ എത്തുമെന്നും റൂമർ അപ്ഡേറ്റുകൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഇതാ സിനിമയുടെ സെൻസറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഈ ഒരു സിനിമയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് 3 മണിക്കൂർ 56 സെക്കൻഡുകളാണ്. ഈ വരുന്ന ജൂൺ 27-നാണ് സിനിമ തിയേറ്ററുകളിൽ എത്താൻ പോകുന്നത്. അപ്പോൾ കാത്തിരിക്കാം സിനിമയുടെ റിലീസിന് വേണ്ടി. ആന്റണി വർഗീസ് എന്ന പെപ്പയെ നായകനാക്കിക്കൊണ്ട് ഗോവിന്ദ് വിഷ്ണു സംവിധാനം ചെയ്യാൻ പോകുന്ന അടുത്തതായിട്ട് വരാൻ പോകുന്ന ഒരു ഇടിപ്പടമാണ് ദാവീദ്. ഇന്നലെ സിനിമയുടെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാത്തിരിക്കാം ഈ ഒരു സിനിമയുടെ റിലീസിന് വേണ്ടി.